ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ AKG വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഞാൻ രാവിലെ എണീറ്റ് വന്ന പാടാണ് കേട്ടോ. എൻ്റെ മുഖത്ത് ആ പഫ്നെസ് ഒന്നും പോയിട്ടില്ല. ബ്രഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി മുഖം കഴുകാനുണ്ട്. അപ്പം ഞാൻ രാവിലെ എണീറ്റ പാട് എന്താണ് ചെയ്യാറുള്ളത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞാൻ തലേന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ, പിറ്റേന്ന് എടുക്കാനായിട്ട്. അപ്പം ഞാനത് പിറ്റേന്ന്, അതായത് ഇന്ന് എടുക്കുകയാണ് രാവിലെ. അപ്പം ഇത് ഞാൻ ഫേസ് ഡിപ്പ് ചെയ്യാനായിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഐസ് വാട്ടറിൽ നമ്മൾ ഫേസ് ഡിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഫേസ് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. പക്ഷേ രണ്ടാമത് ചെയ്ത് മൂന്നാമത് ചെയ്ത് നാലാമത്തെ ഒരു പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങ് പോവും. നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും. പിന്നെ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വേണം ഡിപ്പ് ചെയ്യാനായിട്ട്. കണ്ണ് മൂടി മൂക്ക് അടച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ ഫേസ് ഡിപ്പ് ചെയ്യാനായിട്ട്. ഒരു 5-8 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കും. എപ്പോഴും നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കും. നല്ല ഉന്മേഷത്തോടു കൂടെ ഇരിക്കും നമ്മുടെ ഫേസ്. പിന്നെ നമ്മുടെ ഫേസിലുള്ള പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് കിട്ടും. ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. എനിക്ക് അനുഭവമാണ്. ഞാനിത് ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയോളമായി. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ ഫേസിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പ്രക്രിയ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു പ്രക്രിയയാണ്. 15 വയസ്സ് കഴിഞ്ഞ കുട്ടിക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണടച്ചു പിടിക്കണം, മൂക്കും അടച്ചു പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫേസ് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു പ്രക്രിയ 2 ആഴ്ചയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കമൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. ആരും തന്നെ അവരുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാറില്ല. അങ്ങനെ ആവരുത്. നിങ്ങൾ കമൻസ് എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഈ ഒരു പ്രക്രിയ നിങ്ങൾ ചെയ്യുമ്പം 30 ഡേയ്സ് അടുപ്പിച്ച് ചെയ്യണം. എങ്കിലേ നമുക്ക് അതിൻ്റേതായ മാറ്റം നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുള്ളൂ. ഞാനിപ്പം 2 ആഴ്ചയായി ചെയ്യുന്നത്. ഇനി 2 ആഴ്ച കൂടെ ചെയ്യാനുണ്ട്. 30 ഡേയ്സ് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ട്. ഡെയിലി റുട്ടീനായിട്ട് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫേസ് മസാജ് കൂടെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് 3 നേരം ഞാൻ ഈ ഒരു ഫേസ് മസാജ് ചെയ്യാറുണ്ട്. രാവിലെയും അതുപോലെ കുളിക്കുന്ന ആ ഒരു ടൈമിലും പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ഡബിൾ ചിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എനിക്ക് എൻ്റെ താടിയുടെ ആ ഭാഗം നീണ്ടത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം അവിടെ ആ ഭാഗത്തൊന്ന് പരന്ന് കിട്ടും. ഈ ഒരു ഫേസ് മസാജ് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ താടിയുടെ ഭാഗം നല്ല നീണ്ട പോലെയായിരുന്നു. ഇത് ചെയ്തതിന് ശേഷം ചെറിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു ഫേസ് മസാജ് കൂടി 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ കവിളിൻ്റെ ആ ഭാഗത്തെ ഒട്ടൽ മാറാനായിട്ട് താടിയുടെ ആ ഭാഗത്തുനിന്ന് കവിളിൻ്റെ ആ ഭാഗത്തേക്ക് ഫേസ് മസാജ് കൊടുക്കുക. ഒരു 10 പ്രാവശ്യം നമ്മളിങ്ങനെ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമ്മുടെ കവിളിൻ്റെ ആ ഒരു ഒട്ടൽ മാറിക്കിട്ടും. കവിൾ തുടുത്തു നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മസാജാണിത്. പിന്നെ ഞാനിത് 3 നേരം ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിത് യൂട്യൂബിൽ പലരും ചെയ്തത് കണ്ടിട്ട് തന്നെയാണ് ഞാനും ചെയ്തു നോക്കിയത്. ആദ്യമൊന്നും എനിക്ക് വലിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഹോപ്പ് വന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഫേസ് മസാജും ഫേസ് ടിപ്പിങ്ങും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 30 ഡേയ്സ് മോർണിംഗ് ടു നൈറ്റ് ഡെയിലി റുട്ടീനായിട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ചെറിയൊരു മാറ്റമെങ്കിലും വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു പ്രക്രിയ ചെയ്തു നോക്കുക. ഒരു 2 ആഴ്ച ചെയ്തു നോക്കിയിട്ട് ചെറിയ മാറ്റം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്കറിയാവുന്ന ഞാൻ ചെയ്യാറുള്ള വളരെ കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.